കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ക്ഷമ എന്ന വിഷയത്തെ അധികരിച്ചാണ്. ഏറ്റവും പ്രയാസകരമായ പുണ്യം, നമ്മളെ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളെ അത് രോഗികളാക്കി മാറ്റും, പെട്ടെന്ന് നമുക്ക് വയസ്സാകും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അന്ന് ചർച്ച ചെയ്തു. ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടത് എന്നുള്ളതും സ്പർശിച്ചു. നമ്മൾ ആരുടെയൊക്കെ കുറ്റങ്ങളാണോ കാണുന്നത് അവരോടൊക്കെ ക്ഷമിക്കണം എന്നും നമ്മൾ കണ്ടെത്തി. ക്ഷമിക്കാനുള്ള എളുപ്പമാർഗങ്ങൾ പ്രധാനമായിട്ടും ക്ഷമിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ ക്ഷമിക്കുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമുണ്ടാകും, എനിക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടും, ഒരു പക്ഷേ വേറൊരു വ്യക്തിക്കും ഇതുപോലെ സന്തോഷവും രോഗത്തിൽ നിന്ന് മുക്തിയും കിട്ടും. ഇങ്ങനെ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആരോടൊക്കെയാണ് ക്ഷമിക്കേണ്ടതെന്ന് പറഞ്ഞു. ആരുടെയൊക്കെ കുറ്റങ്ങളാണോ നമ്മൾ കാണുന്നത് അവരോടൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം. ഇന്ന് അത് ആരാണ് എന്ന് ഒന്ന് ചകഞ്ഞു നോക്കുകയാണ്. ആരുടെയൊക്കെ കുറ്റങ്ങളാണ് നമ്മൾ കാണാൻ സാധ്യതയുള്ളത്? ആരോടാണോ ഏറ്റവും അധികം ഇടപഴകുന്നത് ആ വ്യക്തിയോടായിരിക്കും ഏറ്റവും അധികം ക്ഷമിക്കാനുള്ളത്. ആ വ്യക്തിയുടെ കുറ്റങ്ങളാവും നമ്മൾ അധികം കാണുക. നമുക്കിഷ്ടമില്ലാത്ത പലതും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നത് ആരായിരിക്കും? വിവാഹിതയാണെങ്കിൽ ജീവിത പങ്കാളി. ഏറ്റവും അധികം ഇടപെടുന്നത് ജീവിത പങ്കാളിയാണ്. അപ്പോൾ ജീവിത പങ്കാളിയോടാണ് നമുക്ക് ഏറ്റവും അധികം ക്ഷമിക്കാനുണ്ടാവുക. മക്കളോട് എപ്പോഴും ഇടപഴകുന്നതാണ്. അപ്പം അവരോട് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളതാവണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പലതും അവർ ചെയ്യാം. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളും അവർ ചെയ്യാം. നമ്മുടെ മാതാപിതാക്കൾ, സ്വന്തം മാതാപിതാക്കൾ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ചേട്ടനനിയന്മാർ, അവരുടെ ജീവിത പങ്കാളികൾ, അങ്ങനെ നമ്മുടെ ഭവനവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറേ ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ടാകും. കാരണം ഇവർ ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യം വഴി നമ്മളിൽ ഇഷ്ടക്കുറവ് നേടിയെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് കുടുംബവൃത്തമാണ്. ഭാര്യ, ഭർത്താവ്, മക്കൾ, അപ്പൻ, അമ്മ, അമ്മായപ്പൻ, അമ്മായിയമ്മ, ജ്യേഷ്ഠനിയന്മാർ. ഇത് കഴിഞ്ഞാൽ തൊട്ട് അയൽക്കാർ. ഇവരോടൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇവരോടൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ടാവും, ഏറ്റവും അധികം ക്ഷമിക്കാനുള്ളത്. ഒരു അധ്യാപകനാണെങ്കിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ, പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും അദ്ദേഹം ചെയ്യുന്നുണ്ടാവാം. അദ്ദേഹം പക്ഷപാതം കാണിക്കുന്നുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടാവാം. മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ 2 or 3 ഗ്രൂപ്പുകളായിട്ടാണ് പല സ്കൂളുകളിലും കാണുന്നുണ്ട്. ഗ്രൂപ്പ്. അപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ കൂടെ നിൽക്കുന്ന ഗ്രൂപ്പിന് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ആ പ്രിൻസിപ്പാളിനോട് ദേഷ്യം ഉണ്ടാവും, ക്ഷമിക്കേണ്ടതുണ്ടാവും.
ഏത് ഗ്രൂപ്പിനാണോ നന്മകൾ കിട്ടിയത് ആ ഗ്രൂപ്പിനോട് ക്ഷമിക്കേണ്ടതുണ്ടാവും. അങ്ങനെ നമ്മുടെ ജോലി സ്ഥലത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ വർക്കിംഗ് ഡേയ്സിലും ഏകദേശം 8 മണിക്കൂറെങ്കിലും നമ്മൾ അവിടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. അധ്യാപകരാണെങ്കിൽ ജോലി കുട്ടികളോട്, നമ്മുടെ കുട്ടികൾ എത്ര പേര് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ്സിൽ ചെയ്യും. അവർ നമ്മളെ കളിയാക്കും. ചിലപ്പോൾ നമ്മൾ പഠിച്ചു വരാൻ പറഞ്ഞാൽ ചെയ്തു വരില്ല. അങ്ങനെ നമുക്ക് കുറ്റങ്ങൾ കാണാനായിട്ട് വേറൊരു സർക്കിളാണത് വിദ്യാർത്ഥികൾ. സാധാരണ ആപ്പീസിലാണെങ്കിൽ ആപ്പീസിൻ്റെ ഹെഡ്, മറ്റു അധ്യാപകർ, അവിടെയും കാണും ഗ്രൂപ്പുകൾ. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ആളുകൾ കൂടുന്ന ഒന്നിലധികം പേര് വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഗ്രൂപ്പുകളുണ്ടാവും. എല്ലായിടത്തും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ടല്ലോ ഗ്രൂപ്പുകൾ, നമ്മൾ കാണുന്നില്ലേ. ഒന്നിലധികം ആളുകളുള്ളിടത്തൊക്കെ ഒരു ഗ്രൂപ്പിസം ഉണ്ടാകുന്നു. അവർ തമ്മിൽ വഴക്കുകളുണ്ടാകുന്നു, ഇഷ്ടക്കുറവുകളുണ്ടാകുന്നു. അതൊക്കെ ക്ഷമിക്കേണ്ടതുണ്ട്. ഈവൻ ഇടവകകളിൽ പോലും ഗ്രൂപ്പുകളുണ്ട്. വികാരിയച്ഛനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ്, വികാരിയച്ഛനെതിരായിട്ടുള്ളൊരു ഗ്രൂപ്പ്, കൈക്കാരന്മാരുടെ ഗ്രൂപ്പ്, അങ്ങനെ ഒന്നിലധികം ആളുകൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്രൂപ്പുകൾ കാണുന്നു. അവരൊക്കെ നമ്മൾ ക്ഷമിക്കാനായിട്ട് പഠിക്കണം. അതിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ടേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കുക. ഞാൻ ആരോടും പകവെച്ച് പുലർത്തില്ല, ഒരാളോടും പകവെച്ച് പുലർത്തില്ല. എനിക്കിഷ്ടമില്ലാത്തത് അവർ ചെയ്യും, പക്ഷേ അതുകൊണ്ട് ഞാൻ വേദനിക്കണമെന്നില്ല, ഞാനതൊരു സഹനമായിട്ട് എടുക്കുകയോ വേണമെന്നില്ല. റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: പെയിൻ ഈസ് ഇന്നെവിറ്റബിൾ ബട്ട് സഫറിങ് ഈസ് ഓപ്ഷണൽ. വേദന അത് നമുക്കൊക്കെ ഉണ്ടാവും. ഇഷ്ടമില്ലാത്തതൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും. പക്ഷേ സഫറിങ് അത് നമ്മുടെ മനസ്സിൽ വെച്ച് അതൊരു പീഡനമായിക്ക് മാറ്റുക, അത് നമുക്ക് ഓപ്ഷണലാണ്. വേണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ എല്ലാ ദിവസവും ഇൻസുലിൻ കുത്തുന്ന ഒരാളാണ്. ഒരാൾ വന്ന് കുത്തുകയാണ് എൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്താൽ ചിലപ്പോൾ സമയത്തിന് ചെയ്തു എന്ന് വരില്ല. മറ്റൊരാൾ കൃത്യമായി വന്ന് ചെയ്യുന്നു. അളവുകളുടെ കാര്യം ഒക്കെ കൃത്യമായി ചെയ്തോളും. അതുകൊണ്ട് അപ്പം അദ്ദേഹം കുത്തുമ്പോൾ എനിക്ക് വേദന എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് ഒരു വിഷമം തോന്നാറില്ലല്ലോ. അപ്പം നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ വിഷമിപ്പിക്കുന്നത് ആവണമെന്നില്ല. അത് നമ്മുടെ ഓപ്ഷനാണ്. റൂസ്വെൽറ്റ് പറഞ്ഞത് എത്രയോ ശരിയാണ്. നമ്മളെ വേദനിപ്പിക്കുന്നത് ഒന്നും തന്നെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതാകാൻ പാടില്ല. ശാരീരികമായ വേദനയോ മാനസികമായ വേദനയോ ഒക്കെ ആകാം. പക്ഷേ അത് പിന്നെ നമ്മൾ ക്യാരി ഓൺ ചെയ്തു പോകാൻ പാടില്ല. അതിങ്ങനെ ക്യുമുലേറ്റീവായിട്ട് ഇങ്ങനെ കൂട്ടി ചിലരൊക്കെ ഇരിക്കുന്നത് പകയുടെ വലിയ ഒരു മലപ്പുറത്താണ്. പക ഇങ്ങനെ കുന്നുകൂടി പല കാരണങ്ങൾ, പ്രത്യേകിച്ച് വീട്ടിൽ ജീവിക്കുന്നവരുടെ, എന്നും കാണുന്നവരുടെ. ഒരിക്കൽ എന്തെങ്കിലും സംഭവിച്ചു, പിന്നെ അയാളെ കാണുന്നില്ല എങ്കിലത് മറന്നു പോയിക്കോളാം. പിന്നെ അയാളെ കാണുമ്പോൾ മാത്രമേ അത് ഓർമ്മ വരുള്ളൂ. ഇതങ്ങനെയല്ല. എന്നും കാണുന്നു, എന്നും കൂടെ ഇരിക്കുന്നു, എന്നും കൂടെ കിടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഒരു തീരുമാനമെടുക്കുക, ഞാൻ ക്ഷമിക്കും എന്ന്. എന്നെ വിഷമിപ്പിക്കില്ല എന്നൊരു തീരുമാനമെടുക്കുക. 2, ഇനി അത് ക്ഷമിക്കാനായിട്ടൊരു കാരണം കണ്ടെത്തുകയും ചെയ്യാം. സം റീസൺ. ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ബൈബിള് നോക്കിയാൽ യേശുവിനെ എത്രമാത്രം പീഡിപ്പിച്ചവരാണ്. അവരോടൊക്കെ യേശു ക്ഷമിച്ചില്ലേ? അത് മാത്രം മതി നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട്. ഒരൊറ്റ കാരണം മതി. യേശുവിനെ രക്ഷകനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ക്ഷമിക്കാൻ ആ ഒരൊറ്റ കാരണം മതി. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, യേശുവിനെ രക്ഷകനായി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ആ ഒരൊറ്റ കാരണം മതി. എന്താ അങ്ങനെ പറയാൻ കാരണം? യേശുവിനെ ദ്രോഹിച്ചിടത്തോളം നമ്മളെ ഈ ലോകത്തിൽ ആരും തന്നെ ദ്രോഹിച്ചിട്ടില്ല. അപ്പോൾ യേശുവിനെ ദ്രോഹിച്ചവരോട് യേശുവിന്, എൻ്റെ നാഥനും രക്ഷകനുമായ യേശുവിനെ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടത് പറ്റില്ല? ഈ ഒരൊറ്റ ചിന്തയുണ്ടായാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എൻ്റെ നാഥനോട് മറ്റുള്ളവർ ചെയ്ത അത്രയും ദ്രോഹമൊന്നും ഇവരെന്നോട് ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റണം. ഞാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനായി നിൽക്കുന്നിടത്തോളം കാലം, ശിഷ്യനെന്ന് പറഞ്ഞാൽ ഗുരു കാണിച്ചു തന്നത് എന്താണോ അത് അനുവർത്തിക്കുന്ന വ്യക്തിയാണ് ശിഷ്യൻ. ഒറ്റ കാരണം മതി. ബൈബിൾ എടുത്ത് നോക്കൂ, ഒരു ഉദാഹരണം കൂടി നമുക്ക് കാണാൻ കഴിയും. അത് സെയിൻറ്റ് സ്റ്റീഫനാണ്. എത്രമാത്രം ദ്രോഹിച്ചു. കല്ലെറിഞ്ഞ് കൊല്ലുമ്പോഴും അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്, ഈ കുറ്റം ഇവരിൽ ആരോപിക്കരുത്, ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ പൗലോസ്ലീഹ നോക്കൂ, എത്രമാത്രം പീഡനങ്ങളാണ് സഹിച്ചത്. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തില്ല. യേശുവിൻ്റെ മാതൃക ഫോളോ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ ഇതൊന്നും തന്നെ പിന്തിരിപ്പിച്ചില്ല. അപ്പോൾ വിശുദ്ധ ബൈബിൾ ഗാഢമായി പുണരുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു ക്രിസ്ത്യാനി വേറൊരാൾ ക്ഷമിക്കുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ യേശുവും സെയിൻറ്റ് സ്റ്റീഫനും സെയിൻറ്റ് പോളും ഒക്കെ കാണിച്ചു തന്ന, മറ്റ് വിശുദ്ധന്മാർ ഒക്കെ കാണിച്ചു തന്ന ആ മാതൃക വേണ്ടത്ര ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറൊരു മാർഗമുള്ളത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. ക്ഷമയെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ അവൈലബിളാണ്. ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് നോക്കുന്നത്, ഇടയ്ക്ക് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടും. മേക്ക് ഫർഗീവ്നെസ് യുവർ ടാർഗറ്റ്. ഫർഗീവ്നെസ് യുവർ ടാർഗറ്റ്. ക്ഷമിക്കുക എന്നുള്ളത് നിൻ്റെ ഒരു ലക്ഷ്യമാക്കി മാറ്റുക എന്ന് പറയുന്ന പുസ്തകത്തിലെ 1-2 സംഭവങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിലൊന്ന്, ഒരു വൃദ്ധൻ ഒരു വീട്ടിൽ താമസിക്കുകയാണ് ഒറ്റയ്ക്ക്. തൊട്ടടുത്ത് ഒരു അമ്മയും മകളും താമസിക്കുന്നു. ഒരു ദിവസം അമ്മ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. തൻ്റെ മകൾ ഗർഭിണിയാണെന്ന്, അവിവാഹിതയായ മകൾ ഗർഭിണിയാണ് എന്ന് കണ്ടെത്തി. അമ്മ പൊട്ടിത്തെറിച്ചു ചോദിച്ചു,
ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? അവൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, തൊട്ടടുത്ത വീട്ടിലെ ആ വൃദ്ധനായ മനുഷ്യനാണ് ഇതിൻ്റെ ഉത്തരവാദിയെന്ന്. അമ്മ നേരെ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നു, ചോദിച്ചു, നിങ്ങൾക്ക് നാണാവില്ലേ? ഇത്ര വയസ്സായില്ലേ? എൻ്റെ മകളെ ഗർഭിണിയാക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, ഓ ഈസ് ഇറ്റ് സോ, അങ്ങനെയാണോ പറയുന്നത്? ആ അമ്മ തിരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞ് മകൾ പ്രസവിച്ച് ഒരു ചെറിയ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അയാളല്ലേ ഉത്തരവാദി, അയാൾ നോക്കട്ടെ. അങ്ങനെ ഒരു ദിവസം അയാളുടെ വീട്ടിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ ഉത്തരവാദി, നിങ്ങൾ തന്നെ നോക്ക്. അപ്പോഴും അദ്ദേഹം ചോദിച്ചു, ഓ ഈസ് ഇറ്റ് സോ? അദ്ദേഹം പുറത്തുപോയി ഫീഡിങ് ബോട്ടിലും പാൽപ്പൊടിയും കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നു. ആ കുട്ടിയെ നന്നായി പരിപാലിച്ചു, നന്നായി ശുശ്രൂഷിച്ചു. ഒരു വിഷമം അദ്ദേഹം മുഖത്ത് പോലും കാണിച്ചില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ അടുത്ത വീട്ടിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ പരിചരിക്കുന്ന ആ വയസ്സിനെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അയാളോട് ദയ തോന്നി. ആ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു അവളുടെ അമ്മയോട്, മമ്മി, ആ മനുഷ്യനല്ല ഇതിൻ്റെ ആള്, അയാളെ ഇനി ഉപദ്രവിക്കാൻ പാടില്ല. അപ്പോൾ മമ്മി ചോദിച്ചു, ആരാണത്? അവൾ ആരാണ് എന്ന് പറഞ്ഞു. ഈ മമ്മി ഉടനെ മറ്റേയാളുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദിയെന്ന് ഇപ്പം എൻ്റെ മകൾ പറയുന്നു, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അപ്പോഴും അദ്ദേഹം നിർവികാരനായി ചോദിച്ചു, ഈസ് ഇറ്റ് സോ? അപ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്നതിൽ വളരെ ഏറെ സ്ലോ ആകണം. ഇത് അടുത്തുള്ള രണ്ട് വീട്ടുകാർ തമ്മിലാണ്. ഒരേ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. ഓരോരോ കാര്യങ്ങൾക്ക്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അപ്പോഴപ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടാവാം. പകരം റിയാക്ട് ചെയ്യാതിരിക്കുക. ടേക്ക് ഇറ്റ് ഇൻ ടു യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ സംഭവത്തെ, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആ സംഭവത്തെ നിങ്ങളുടെ മനസ്സിലൊന്ന് കുഴിച്ചു മൂടുക. ബറി ഇറ്റ് ഡീപ്പ് ഇൻ യുവർ മൈൻഡ്. ഒരു കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ തമ്പുരാനെടുത്ത് മാറ്റും. അത് അവിടെ കിടന്ന് മുളച്ചു വരുന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട. അത് തമ്പുരാനെടുത്ത് മാറ്റും. നിങ്ങൾ കോൾഡ് സ്റ്റോറേജിൽ വെക്കാണ്ടിരുന്നാൽ മതി. പലപ്പോഴും ചെയ്യുന്നത് അവിടെ കുഴിച്ചു മൂടുന്നതിന് പകരം അതിനെ കോൾഡ് സ്റ്റോറേജിൽ, ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോഴാണ് അത് വലിയ ദ്രോഹമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ക്ഷമിക്കാനായിട്ട് പരസ്പരം തയ്യാറാവുക. ഒരു ഭാര്യയും ഭർത്താവും അവർ ദിവസവും കലഹം ഉണ്ടാകുമായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഭർത്താവ് കുടിച്ചു വരുമ്പോൾ ഭാര്യ കലഹം ഉണ്ടാക്കും. പിറ്റേ ദിവസം അയാൾ കൂടുതൽ കുടിക്കും. അങ്ങനെ ഓരോ ദിവസവും കലഹം കൂടി വന്നു. അവസാനം ഇയാൾ കൂടുതൽ കുടിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത മാതിരിയായി. അപ്പോൾ കൂട്ടുകാർ അയാൾ താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റും. വീട്ടിൽ കയറ്റുമ്പോൾ ഭാര്യ ഈ കൂട്ടുകാരെ ചീത്ത പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കൂട്ടുകാർ തീരുമാനിച്ചു, നമ്മളെന്തിനാ ചീത്തയാക്കണേ? അവർ പഠിക്കാൻ കടത്തിയിട്ട് പോയി. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അയാൾ കള്ളിറങ്ങുമ്പോൾ വീട്ടിലേക്ക് കയറി വരും. വീട്ടിൽ കയറി വരുമ്പോൾ വഴക്കുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഭാര്യ ഒരു ധ്യാനം കൂടാൻ പോയി. ആ ധ്യാനത്തിൽ വെച്ച് വെളിപ്പെട്ട് കിട്ടിയത് ഈ മദ്യപാനം സ്നേഹം ലഭിക്കാത്തത് കൊണ്ടാണ്. അത് ഒരു മാനസിക അസ്വസ്ഥതയാണ്, മാനസിക രോഗമാണ്.
സ്നേഹം കൊടുത്താൽ അത് മാറിക്കിട്ടും എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഒരു ദിവസം കൂട്ടുകാർ പഠിക്ക് കൊണ്ടുവന്ന് കിടത്തി പോയപ്പോൾ ഭാര്യ അവിടെ ചെന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കള്ളിറങ്ങി. അയാൾ എഴുന്നേറ്റു. ഭാര്യ അയാളെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസമായപ്പോൾ ഇയാൾ കുടിക്കാൻ പോകണില്ല. അപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങളിന്ന് കുടിക്കാൻ പോകണില്ലേ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ എന്നെ അത്ര സ്നേഹിക്കുകയല്ലേ, അതുകൊണ്ട് ഞാനിന്ന് കുടിക്കാൻ പോകുന്നില്ല. അപ്പം ക്ഷമിക്കാനുള്ള മാർഗം എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളോട് സ്നേഹത്തിന് 4 തലങ്ങളുണ്ട്. അതിൽ 4ാമത്തെ തലമാണ് ദൈവികമായ തലം. അതിൻ്റെ പേരാണ് അഗാപ്പെ. ആ മറ്റ് വ്യക്തികൾ നമ്മളോട് എന്ത് ചെയ്തു എന്നുള്ളത് നോക്കാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് അഗാപ്പെ. മറ്റേ ഈറോസ്, ലൈംഗിക മേഖലയിലുള്ള സ്നേഹം, ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള സ്റ്റോർജ്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, ഫീലിയ, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, ഇതൊക്കെ വ്യത്യസ്തമാണ്. ദൈവിക സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എത്രമാത്രം അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രയും നമ്മുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ഒരു ചെറിയ കഥ കൂടി ഓർമ്മ വരികയാണ്. ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ തന്നെ വഴക്കടിക്കാറുണ്ട്. ഭർത്താവ് നേരം വൈകി വരുന്നതാണ് അതിൻ്റെ കാരണം, ഭാര്യ വഴക്കുണ്ടാക്കണതിൻ്റെ കാരണം. പിറ്റേ ദിവസം അയാൾ കൂടുതൽ നേരം വൈകി വരും. അങ്ങനെ ഒരു ദിവസം ഭർത്താവ് നേരം വൈകി വന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ നേരം വയ്യേ? ഭർത്താവ് ചോദിച്ചു, എന്താ എനിക്ക് നേരം വയ്യാൻ പാടില്ലേ? നിങ്ങൾ ഇന്ന് ആരുടെ വീട്ടിലാണ് പോയേ? അങ്ങനെ വഴക്കുകളുണ്ടായി. അവസാനം ഭർത്താവ് പറഞ്ഞു, എനിക്ക് നിന്റെ 100 കുറ്റങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ 1000 കുറ്റങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമുക്കങ്ങനെയാണെങ്കിൽ അതൊന്ന് എഴുതാം. അങ്ങനെ 2 പേരും കടലാസ് എഴുതാൻ തുടങ്ങി. ഭാര്യ ഓരോന്ന് ആലോചിച്ച് എഴുതി. ഭർത്താവ് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു തുടർച്ചയായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഭാര്യ നിർത്തുമ്പോൾ ചോദിക്കും, കഴിഞ്ഞോ? അപ്പോൾ ഭാര്യ പറയും, ഇല്ല. അവസാനം ഭാര്യ പറഞ്ഞു, കഴിഞ്ഞു. അപ്പോൾ ഭർത്താവ് ചോദിച്ചു, നീ നോക്കട്ടെ. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ലല്ല, നിങ്ങളാദ്യം എന്താ? അങ്ങനെ ഭർത്താവ് എഴുതിയ 8-10 പേജുകളുണ്ട്. അത് ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ അത് വായിച്ചു നോക്കി. ആദ്യത്തെ പേജ് വായിച്ചു, 2ാമത്തെ പേജ് വായിച്ചു, 3ാമത്തെ പേജ് വായിച്ചു, അവസാനം 10ാമത്തെ പേജും വായിച്ചു. അത് വായിച്ചതിന് ശേഷം ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മേക്ക് ഫർഗിവ്നെസ് യുവർ ടാർഗറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് ഭർത്താവ് എഴുതിയിട്ടുള്ളത്? ഭർത്താവ് ഒരൊറ്റ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്തും ക്ഷമിക്കാൻ കഴിയും. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഒരിക്കൽ കൂടി പറഞ്ഞു നിർത്തുകയാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മളിൽ വേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് ക്ഷമ. പരിശുദ്ധാത്മ എല്ലാ ഫലങ്ങളും സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വർഗീയ ജീവിതമായി മാറും. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം, ഈ 9 ഫലങ്ങളും നമ്മുടെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക. ഒരെണ്ണം മാത്രം കിട്ടിയാൽ മതിയാവില്ല. എല്ലാം നമ്മുടെ സ്വന്തമാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നാൽ ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ്. ആർക്കും നമ്മളോട്
നമ്മളോട് പകയൊന്നും ഉണ്ടാവില്ല, നമുക്ക് ആരോടും പകയുണ്ടാവില്ല. നമ്മുടെ ഈ ലോക ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, ആഫീസിലെ ജീവിതം, സ്കൂളിലെ ജീവിതമൊക്കെ വളരെ സന്തോഷപ്രദമാകും. ദൈവം അതിന് നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.